എല്ലാവർക്കും നമസ്കാരം. ഒന്ന് രണ്ട് വിഷയങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ അയർലൻഡിൽ വന്നിട്ട് നിങ്ങൾ അയർലൻഡിൽ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ കെയറായിട്ടും ഇപ്പോൾ ഒത്തിരി പിള്ളേർ കെയറായിട്ട്, ഡ്രൈവറായിട്ട്, കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഒത്തിരി ആൾക്കാർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. മലയാളീസ് കൺസ്ട്രക്ഷൻ ഫീൽഡിലും അലുമിനിയം ഫാബ്രിക്കേഷൻ അങ്ങനെയുള്ള പല പരിപാടികളിലും ഇപ്പോൾ വിസയായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അവർ പലർക്കും ഒരു അറിയത്തില്ലാത്തൊരു കാര്യമാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. നേഴ്സായിട്ട് പുതിയതായിട്ട് വന്ന ആൾക്കാർ, അവർക്കെല്ലാം നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾ മാരീഡ് ആണെങ്കിൽ നിങ്ങൾ വന്നപാടെ ചെയ്യേണ്ടത്, നിങ്ങളിവിടെ വന്നപാടെ റവന്യൂവിൽ നിങ്ങൾ പ്രൊഫൈലിൽ നിങ്ങൾ മാരീഡ് എന്നാക്കുക, നിങ്ങളുടെ മാരീഡ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം. അത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ റവന്യൂവിൽ ഒരു അക്കൗണ്ട് എടുത്തതിന് ശേഷം നിങ്ങൾ പ്രൊഫൈലിൽ കയറി നിങ്ങളത് മാരീഡ് എന്നാക്കുക. അതിനുശേഷം പ്രൊഫൈലിന് താഴെ ഉണ്ടാവും അപ്ലോഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റിൽ കൂടി നിങ്ങൾ നിങ്ങളുടെ മാരീഡ് സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യുക. അപ്പം പ്രൊഫൈലിൽ നിങ്ങൾ മാരീഡ് ആക്കും, മാരീഡ് ഡേറ്റ് കൃത്യമായി കൊടുക്കുക, ഹസ്ബൻഡിന്റെ പേര് കൊടുക്കുക, ലിവിങ് കൺട്രി കൊടുക്കുമ്പോൾ ഇന്ത്യ എന്ന് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ മാരീഡ് എന്നാക്കുക. അതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉള്ളത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നിങ്ങൾ ടാക്സ് റിട്ടേൺ ചെയ്യുമ്പോൾ, ഈ ഇയർ എൻഡിങ് ടാക്സ് റിട്ടേൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാരേജ് ടാക്സ് ക്രെഡിറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതായത് മാരേജ് ടാക്സ് റിലീഫ് നിങ്ങൾക്ക് കിട്ടും. എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഹസ്ബൻഡ് നാട്ടിൽ ജോലി ഉള്ളവരാണെങ്കിൽ കൃത്യമായ ITR അടയ്ക്കുന്ന, ഇന്ത്യയിലെ ITR അടയ്ക്കുന്നവരാണെങ്കിൽ ആ ITR 2 വർഷത്തെ ITR വെച്ച് കഴിഞ്ഞാൽ, കാരണം മാർച്ച് ടു മാർച്ചാണ് അവിടെ ITR അടയ്ക്കുന്നത്. അപ്പം നിങ്ങൾ ഇവിടെ വരുന്നത് 24-ലാണെങ്കിൽ 23 മാർച്ച് ടു 24 വരെ മാർച്ചും, 24 മാർച്ച് ടു 25 വരെ മാർച്ച് വരെ അടച്ച ടാക്സ് ITR ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 24-ല് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ജോബ് അവിടെ കുറവാണെങ്കിൽ, ഒരു 8,000 രൂപ താഴെയാണെങ്കിൽ വരുന്നെങ്കിൽ നിങ്ങൾക്കൊരു ടാക്സ് റിലീഫ് കിട്ടും. ജോലി ഇല്ലാത്തവരാണെങ്കിൽ, കൃത്യമായ ജോലിയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ അവരൊരു അഫിഡവിറ്റ് ഉണ്ടാക്കുക, നോട്ടറിയുടെ അടുത്ത് പോവുക. ഇപ്പം നിങ്ങൾ 24 മാർച്ചിലാണ് ഇവിടെ വരുന്നതെന്ന് വെക്കുക, ജോലി ചെയ്യുന്നു 24, നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് നാട്ടിൽ ജോലി ഇല്ലാതെ 24 എങ്കിൽ നിങ്ങൾ 25-ൽ ടാക്സ് റിട്ടേൺ ചെയ്യുമ്പോൾ കൃത്യമായി എഴുതിക്കൊണ്ട് വരുന്ന അഫിഡവിറ്റ് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ പേര് അല്ലെങ്കിൽ വൈഫിൻ്റെ പുള്ളി നെയിം. ഫസ്റ്റ് പാർട്ടിയായിട്ട് നിങ്ങൾ വെക്കേണ്ടത് നിങ്ങളുടെ വൈഫായിരിക്കണം, സെക്കൻഡ് പാർട്ടി നിങ്ങളെ വെച്ചോളൂ, ഇവിടെ ജോലി ചെയ്യുന്ന ആളെ വെച്ചോളൂ. അതിനുശേഷം നിങ്ങൾ കണ്ടന്റ് എഴുതേണ്ടത് ഫുൾ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഫുൾ അഡ്രസ് ഇന്ത്യയിലെ, അതുപോലെ ഹസ്ബൻഡ് ഓഫ് ഇന്ന ആൾ, അയർലൻഡിൽ വർക്ക് ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ വൈഫ് ഓഫ് ഇന്ന ആൾ, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്. അതിനുശേഷം ഒരു കണ്ടന്റ് എഴുതുക, നോ ജോബ്, നോ ഇൻകം ഫ്രം എനി സോഴ്സ് ഫ്രം എനിവെയർ ഇന്ത്യ ആൻഡ് അബ്രോഡ് എന്ന് എഴുതിയ ഒരു അഫിഡവിറ്റ്, നോട്ടറി. അതായത് ജോലിയൊന്നും ഇന്ത്യ വർക്ക് ചെയ്തില്ല. അപ്പോൾ അതിനകത്ത് എഴുതുന്നുണ്ട് ഫ്രം, കൃത്യമായി എഴുതുക, ഫ്രം ജനുവരി 1, 2024 ടു, അല്ലെങ്കിൽ നിങ്ങൾ വന്നത് 23-ലാണ് ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയെങ്കിൽ, നിങ്ങൾ ITR ഒന്നും സബ്മിറ്റ് ചെയ്ത് ടാക്സ് റിട്ടേൺ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ, അല്ല ടാക്സ് റിട്ടേൺ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് വീണ്ടും അമെൻഡ് ചെയ്യാം. അപ്പോൾ അന്നേരം എഴുതുക, ഒരു അഫിഡവിറ്റ് ഉണ്ടാക്കുക. ജനുവരി 23 വന്നവരാണെങ്കിൽ 23 ജനുവരി 1 മുതൽ 24 ഡിസംബർ 30